Kalyan Jewelers celebrating 200 showrooms. Visit now for exciting offers. Shetty ഒരു ലാലേട്ടൻ ഫാനാണ്. Definitely. Like I see, the beauty of Mohanlal for me is in the most simplest scenes, he will teach you how to act. നമ്മൾ ഒരാളുടെ മേലെ കൈ വെക്കുന്നത് is not nice. That is always violence. അത് എങ്ങനെയാണെങ്കിലും അത് ഹീറോ ചെയ്താലും വില്ലൻ ചെയ്താലും അത് വയലൻസ് ആണ്. Violence തന്നെ. നമ്മുടെ ഉള്ളിൽ ഒരു അനിമൽ ഇൻസ്റ്റിങ്ക്ട് ഉണ്ട്. ഇത് റോങ് റൈറ്റ് എനിക്ക് അറിയില്ല. അനിമൽ ഇൻസ്റ്റിങ്ക്ട് ഉണ്ട്. ചില പേരുകൾക്ക് ഈ മൂവിയാണ് കഥാർസിസ്. അവരുടെ ഉള്ളിലുള്ള ആ വയലന്റ് നേച്ചർ കഥാർസിസ് ആണ് ഈ ഫിലിംസ് ലൈക്ക് കിൽ, ഫിലിംസ് ലൈക്ക് അനിമൽ. when they watch it they become orgasmic. ഒരു ബ്യൂട്ടിഫുൾ ഹീറോയിന്റെ കൂടെ ഡാൻസ് ചെയ്യുന്നു, അത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലു അർജുൻ ചെയ്യും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ ബിക്കോസ് ഇറ്റ് ഈസ് എ ബിസിനസ് ഓൾസോ. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മൊറാലിറ്റി. മെനി എ ടൈം ഐ കം ഫ്രം എ വെരി മിഡിൽ ക്ലാസ് ഫാമിലി. That's the reason money is an important aspect for me. വലിയ മുഖസ്നേഹം ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല, സെലക്റ്റീവ് ആണ്. നമ്മൾ പറയില്ല ചിലപ്പോൾ ഗുഡ് ടെൻഷൻ that you get for some films. അങ്ങനത്തെ ഒരു ഫിലിമാണ് രുധിരം. അപർണ ബാലമുരളിയും രാജ്ബി ഷെട്ടിയുമാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം. അപർണ, ഈ ധൂമം സമയത്ത് നമ്മുടെ തന്നെ ഇന്റർവ്യൂവില് ഈ രുദ്രത്തിന്റെ കാര്യം ചോദിച്ചിരുന്നു. അന്ന് അപർണ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ വയലൻസ് ഭയങ്കര ഉള്ള സിനിമയാണ് രുദ്രം, അതുപോലെ രാജ്ബി ഷെട്ടിയുടെ ഇൻട്രോ ലോഞ്ച് ചെയ്യുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു അപർണ അന്ന് സംസാരിച്ചത്. ധൂമത്തിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നത് 23 ജൂണിലാണ് തോന്നുന്നു ആ ഇന്റർവ്യൂ നടക്കുന്നത്. ഒരു 1.5 ഇയേഴ്സോളം ഗ്യാപ്പ് ഉണ്ട്. എന്താണ് ശരിക്കും രുധിരം, എങ്ങനെയാണ് രാജ്ബി ഷെട്ടി? രുധിരം ഈ എല്ലാ എലമെന്റ്സും, അത് എന്താന്ന് വെച്ചാൽ ഞാൻ എനിക്കിത് ഭയങ്കര ഫ്രഷ് ആണ്. സ്റ്റണ്ട് ആണെങ്കിലും അങ്ങനത്തെ കുറെ ആക്ഷൻ സീക്വൻസ് എല്ലാം എനിക്ക് ഭയങ്കര ഫ്രഷ് ആണ്. ആൻഡ് രാജ് സാറിന്റെ ഫിലിം ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ ഫിലിംസ് ആണെങ്കിൽ. ആസ് എ ഡയറക്ടർ ആൻഡ് ആസ് എൻ ആക്ടർ ലവ് ഹിസ് ഫിലിംസ്. അപ്പം സാറാണ് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോഴും ഐ വാസ് വെരി എക്സൈറ്റഡ്. അതേ എക്സൈറ്റ്മെന്റ് എപ്പോഴും ഉണ്ട്. ലൈക്ക് ഫൈനലി ദിസ് ഇസ് ഹാപ്പനിങ്, ഇറ്റ്സ് റിലീസിംഗ് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ്. നമ്മൾ പറയില്ല ചിലപ്പോൾ ഗുഡ് ടെൻഷൻ that you get for some films. അങ്ങനത്തെ ഒരു ഫിലിമാണ് രുധിരം. അപ്പം it's about human emotions and lot of things are being said. രുധിരത്തിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അൺസെഡ് ആയിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് ഫിലിം. ഞാൻ ഇത്രയും നാൾ ചെയ്തപ്പോൾ ത്രില്ലേഴ്സ് ആണെങ്കിലും അങ്ങനത്തെ ആ ഒരു ജോണറിൽ നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് രുധിരം. ഇപ്പോൾ രുധിരം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ടർബോ ഇല്ല, പിന്നെ ടോബി എന്ന സിനിമ മലയാളത്തിൽ അത് ഇല്ല. ഫസ്റ്റ് സിനിമ മലയാളം സിനിമ എന്നുള്ള രീതിയിലാണ് രുധിരം കഥയൊക്കെ കേൾക്കാൻ വേണ്ടത്. ഒരു ആസ് എൻ ആക്ടർ നോക്കുകയാണെങ്കിൽ ഒരു ലോഞ്ച് സിനിമ കൂടെയാണല്ലോ. അപ്പോൾ ആസ് എൻ ആക്ടർ ചിന്തിക്കില്ലെങ്കിൽ പോലും നമ്മൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു ലോഞ്ച് സിനിമ കൂടെ ആയിട്ടാണ് കണക്കാക്കുന്നത്. ആ രീതിയിൽ ആ ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു രുധിരം സ്ക്രിപ്റ്റ് ഒക്കെ പറയുന്ന സമയത്ത്? നല്ല ക്യാരക്ടേഴ്സ് ആണ് ഇതിന്റെ. രണ്ട് ക്യാരക്ടേഴ്സും, സ്വാതിയും മാത്യുവും, രണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. പിന്നെ അവിടെ പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ആക്ടേഴ്സ് അത് വേണമല്ലേ. സോ ഒരു കംഫർട്ടബിൾ ബഡ്ജറ്റ്, ഒരു ചെറിയ സെറ്റപ്പ്, നല്ല റൈറ്റിംഗ്, നല്ല ക്യാരക്ടേഴ്സ്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് സിനിമ ദാറ്റ് ഐ ലവ്. സോ അതെല്ലാം ഇതിലുണ്ട്, രുധിരത്തിലുണ്ട്. സോ നമുക്ക് കാണാം. ഇപ്പോൾ റെഡി ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് നല്ല ഭംഗിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കാണാം എങ്ങനെ കാണും, ഓഡിയൻസ് എങ്ങനെ റിസീവ് ചെയ്തു. ഐ എം വെരി എക്സൈറ്റഡ് ബിക്കോസ് ഇതെന്റെ ഫസ്റ്റ് ലേണിംഗ് ആണ് മലയാളത്തിൽ. ഞാൻ ചെയ്തിട്ടുണ്ട്, കൊണ്ടാൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ പ്രോട്ടഗനിസ്റ്റ് ഒന്നുമല്ല. ഞാൻ വേറെ വേറെ ക്യാരക്ടർ ചെയ്തു. ഇവിടെ അങ്ങനെയല്ല, ഇതൊരു പ്രോട്ടഗനിസ്റ്റ് ക്യാരക്ടറാണ്. അപ്പോൾ ഹൗ ഡസ് ദ സിനിമ വർക്ക് ഹിയർ, ആ ഒരു ലേണിംഗ് ഇവിടെ കൂടുതൽ നമുക്ക് ഈ ഫിലിമിൽ നമുക്ക് കിട്ടും. സോ ഹൗ ഇസ് ദ ഓപ്പണിംഗ്, ഹൗ ഇസ് ദ റെസ്പോൺസ്, പിന്നെ കെയറോ ഇല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലം എന്താ, എല്ലാം നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. സോ ഐ എം എക്സൈറ്റഡ് ഫോർ ദാറ്റ് ഫാക്ട്. രുധിരം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മലയാളം അറിയുണ്ടായിരുന്നു? ഇല്ല, എന്റെ ആശാൻ അവിടെ ഇരിക്കുന്നത് ചെറുതായിട്ട് മനസ്സിലാവും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ബട്ട് സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട്, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായി തുടക്കത്തിൽ. പക്ഷെ അവിടെ വേറെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ യദു ഉണ്ട് മേക്കപ്പില്, പിന്നെ അവിടെ ഒരു നമ്മുടെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു എസ്റ്റേറ്റിൽ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. അവർക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ, അതും ലോക്കൽ മലയാളം. അവരുടെ പേരെന്താ പോലെ അറിവിലുണ്ട് എനിക്ക്? അർജുന്റെ കൂടെയുള്ള ചേട്ടൻ,
ദാസൻ എന്താ ഷൂട്ട് നടന്നത് എവിടെയാ? എന്താ അത് അമ്പലൂർ ചൊക്കന. അവിടെ അങ്ങനെ അവിടെ സംസാരിക്കുമ്പോൾ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തായി. ഞാൻ അവരുടെ വീട്ടിലെല്ലാം പോയി. അപ്പൊ ലാംഗ്വേജ് അറിയണല്ലേ, അവര് വേറെ ഏത് ലാംഗ്വേജും അറിയത്തില്ലേ. സോ ദാറ്റ് ഇസ് ഹൗ ഐ ലേൺ ലാംഗ്വേജ്. ഈ 1.5 വർഷം ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷന് വലിയ സമയം കൂടെ എടുത്തിട്ടാണല്ലോ. ഇതിൽ ഇപ്പോൾ സംവിധായകൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഒരു അനിമെട്രോണിക്സും CGൻ്റെ ഒക്കെ ഒരു ബ്ലെൻഡ് സംഭവിക്കുന്നുണ്ട്. 2 ക്യാരക്ടേഴ്സ് ആനിമൽസ് 2 ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെയാണോ സിനിമയിൽ വരുന്നത്? അതിന്റെ പ്രോസസ് പരിപാടി എങ്ങനെ? അതായത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള 2 ആനിമൽസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ആക്ച്വലി പെറ്റ്സ് ഒന്നും ഇല്ല, വീട്ടിലും ഇല്ല. അപ്പൊ സാറിനാണെങ്കിൽ പെറ്റ്സേ ഉള്ളൂ വീട്ടിൽ. സറൗണ്ടഡ് ബൈ ലോട്ട് ഓഫ് പെറ്റ്സ്. അവിടെയും ഒരു അർജുൻ എന്ന് പറഞ്ഞ അർജുൻ ഉണ്ട് അവിടെ, ഒരു പട്ടി ഉണ്ട് അവിടെ. അപ്പൊ അപ്പം സാർ ആക്ച്വലി മിങ്കിൾ ചെയ്യുന്ന കണ്ടിട്ട് ഐ ഓൾസോ ബിക്കേം വെരി കംഫർട്ടബിൾ ടു മിങ്കിൾ വിത്ത് എ ഡോഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടികളെ, ഭയങ്കര ഇഷ്ടമാണ്. വേറെ അങ്ങനെ വലിയ മൃഗസ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, സെലക്റ്റീവ് ആണ്. പട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നാലും നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടുള്ള ഒരു പേടി ഉണ്ടാവുമല്ലോ എപ്പോഴും. പക്ഷെ അത് ആക്ച്വലി ഹി ഓൾസോ ഹെൽപ്ഡ് എ ലോട്ട് ടു ബ്രേക്ക് ദാറ്റ്. അപ്പം ഇതില് ഒരു ബീഗിൾ ഉണ്ട് എനിക്ക്, പീക്കു എന്ന് പേര്, കഥയിലുള്ള. അപ്പം പക്ഷെ എനിക്ക് പീക്കുമായിട്ട് ഭയങ്കര ഈസി ആയിട്ട് കുറച്ചും കൂടി ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാണ്ടഡ് ഹിം മോർ ദൻ എനിത്തിങ് എൽസ്. അങ്ങനത്തെ ഒരു ഫീല് വന്നൊരു പെറ്റായിരുന്നു. അങ്ങനെ ഉണ്ട്. ഒരു വേറെയും കുറച്ച് എലിമെന്റ്സ് ആനിമൽസ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ഹോൾ പ്രോസസ്. ഫിലിമിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും റിയൽ ലൈഫിൽ നമ്മൾ പേടിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ആ ബാരിയർ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ആൻഡ് ഐ ഫെൽറ്റ് റിയലി ഫ്രഷ് ആൻഡ് ഗുഡ് അബൌട്ട് ദാറ്റ്. അത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. കുറെ കാര്യങ്ങൾ നമ്മൾ കുറെ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തൊട്ട് മുമ്പ് ഉണ്ടായ സെഷനിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും ഒരു സീൻ ബൈ സീൻ ചോദിക്കുന്നതും ഈ ഗരുഡഗമന ഋഷഭവാഹനെ പറ്റിയിട്ട്. സീൻ ബൈ സീൻ അത്രയും ഫാൻ ഫോളോയിങ് ഇവിടെ പോലും നിൽക്കുന്നത്. ഇപ്പോൾ സംവിധായകനും സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് കണ്ടിട്ട് കൂടെയാണ് രാജ്ബി ഷെട്ടി എന്നുള്ള തോട്ടൊക്കെ വരുന്നതാണ്. നിങ്ങൾ തമ്മിൽ ആ സിനിമയെക്കുറിച്ചുള്ള സംസാരം, അതിൻ്റെ ക്യാരക്ടർ, ഇതൊക്കെ രുദ്രത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഡിസ്കഷൻ പോയിന്റിൽ കയറി വന്നിട്ടുണ്ടോ? ഡയറക്ടർ ഗരുഡഗമനയുടെ ഫാനാണ്, ഭയങ്കര ഫാൻ. അവരത് കണ്ടിട്ടുണ്ട്. സോ അത് കണ്ടിട്ടാണ് അവർക്ക് ഓക്കെ ഈ ഒരു ആക്ടറിന്റെ ഈ റോളിക്ക് ഇത് നമുക്ക് ഫിറ്റ് ആവുമെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ അവർ വന്നു. പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് ഓക്കെ, നോർമലി അതിന് മുമ്പ് ഏതായെങ്കിലും മലയാളത്തിൽ ഒരു പടം വന്നാൽ എനിക്കൊരു ചെറിയ റോളും അങ്ങനെ അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഇത് ഫസ്റ്റ് ടൈം എനിക്ക് ഒരു നല്ല റോളും പിന്നെ ഒരു നല്ല ക്യാരക്ടറും കിട്ടി. സോ ആൻഡ് ഫോർ ദാറ്റ് ഐ തിങ്ക് ഗരുഡഗമന ഇസ് റീസൺ ഫോർ ദാറ്റ്. സോ കൊറിയ ഇതൊക്കെ ഗരുഡഗമന ആണ് റീസൺ. ഇവിടുത്തെ ആൾക്കാർ അത്ര നന്നായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തു. ഐ തിങ്ക് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അത്തരത്തിൽ ഇപ്പോൾ ആദ്യമൊന്നും ഇപ്പോൾ പറഞ്ഞല്ലോ കമേഴ്ഷ്യൽ സിനിമ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ എന്നുള്ള ബാരിയേഴ്സ് ഒന്നും ഇല്ലാന്ന്. ഇപ്പോൾ കുറച്ചുകൂടെ ഫാൻ ഫോളോയിങ്, ഒരു പ്രൊജക്ട് ബേസ്ഡ് ആണല്ലോ സിനിമയുടെ ആലോചന. ഒരു സിനിമ ഇനി എഴുതാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ്, ഒരു ക്രിയേറ്റർ ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോഴും ആ രീതിയിൽ തന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റാറുണ്ടോ? ആ ഒരു ബുദ്ധിമുട്ട് വരും ഡെഫിനറ്റ്ലി. എന്താ വെച്ചാൽ കാരണം ഗ്രാൻഡിയർ ഒരു ആസ്പെക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഒരു അഗ്രികൾച്ചറിസ്റ്റാണ്, ഇമാജിൻ. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ഐ സെൽ കോക്കനട്ട്സ് എവറി സിംഗിൾ ഡേ. അപ്പോൾ എനിക്ക് മനസ്സിലായി കോക്കനട്ടിന്റെ മാർക്കറ്റ് ഇപ്പോൾ ചെറുതായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വേറെ പ്രോഡക്റ്റും ഉണ്ട്, ഇല്ലെങ്കിൽ വേറെ സ്പേസും ഉണ്ട്, എനിക്ക് വേറെ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത് ചെയ്താൽ അത് തെറ്റാ ശരിയാ? അത് ശരി. മാർക്കറ്റിൽ ഏത് പോവോ അത് ഞാൻ കൊടുക്കും. ആ സ്കില്ലിന് എൻ്റെ അടുത്ത് ഉണ്ടായില്ല, അതാണ് പ്രശ്നം, ചോദ്യങ്ങൾ. And you can call that in different matter also. Like maybe a fantastic super hit director who become outdated now, he's outdated because he's stuck on to his idea. He's telling my idea is good. Evolution evolution process alle adu nallada thetta adu namakku decide cheyan pettathilla. So if you want to survive in a competitive market, appo you need to survive. You cannot tell no, people have changed. People have changed. If you want to survive in this industry, you can work. You cannot ask the whole society to change for you, right? It's much better that you try whatever you know.
പക്ഷെ ഓക്കെ സെൻസിബിലിറ്റി എന്താ മാർക്കറ്റ് അത് ഇമ്പോർട്ടന്റ് ആണ്. സോ അതും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ഞാൻ ഒരു 50 crores ഒരു തെട്ടുപടം അല്ലെങ്കിൽ അണ്ടർ പെർഫോമിംഗ് പ്രോജക്ട് ചെയ്താൽ അതിന്റെ ദോഷങ്ങൾ എനിക്ക് കിട്ടും. അത് ഹിറ്റായാൽ അതിന്റെ ഗുണങ്ങളും എനിക്ക് കിട്ടും. സോ whenever I get a profit out of it, I enjoy it. Whenever I get some problem with that, I don't accept it. I don't think about it. And I come from a very middle class family. That's the reason money is an important aspect for me. Even though I don't spend it much. സർവൈവലിന് വേണ്ടി അത് വേണമല്ലേ? I don't spend it much. But I cannot make her lose money. മനസ്സിലായോ? അതെനിക്ക് നല്ല വിഷമാവും. ബിക്കോസ് അയ്യോ അപർണന്റെ ഫ്രണ്ട് അല്ലേ, അവളുടെ പൈസ പോയി, അത് വിഷമാവും. നോ വി സ്റ്റിൽ ഡിഡ് എ ഗ്രേറ്റ് പ്രോജക്ട്. അങ്ങനെ വരില്ല എനിക്ക്. അയ്യോ സോറി അപ്പ അങ്ങനെ വരും. വേറെ എന്തെങ്കിലും ചെയ്യുക, നമുക്ക് അത് റിട്ടേൺ ചെയ്യാൻ പറ്റും, ഇങ്ങനെ അത് വരും. സോ ദെൻ യു നീഡ് ടു ബി വെരി റെസ്പോൺസിബിൾ. യു ആർ ഡീലിംഗ് വിത്ത് ലൈഫ്, മെനി ലൈഫ്സ്, ലൈക്ക് for crores of monies, many lives. You can't just tell that okay, I am the best in the world, whatever I do people need to accept, or if they don't accept, the industry keeps on changing. There are great directors, they are not able to do any films right now because they are outdated. People call them outdated. If I become outdated and still keep on pressing that, okay, in அந்த காலத்துல ഇങ്ങനെ ഇല്ലായിരുന്നു, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപർണ, ഇപ്പോൾ ഓണത്തിന് റിലീസിൽ ഭയങ്കര പതിഞ്ഞ താളത്തിൽ വന്ന് ഹിറ്റടിച്ച സ്കോർ ചെയ്ത സിനിമയാണല്ലോ കിഷ്കിന്ധാ കാണ്ഡം. അതായത് തിയേറ്ററിൽ മാത്രമല്ല, ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് എന്ന രീതിയിൽ പോലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. OTT വന്നപ്പോൾ പോലും ഇപ്പോൾ റൈറ്റപ്സിലൊക്കെ കിഷ്കിന്ധാ കാണ്ഡത്തിൻ്റെ ഓരോ ലെയർ ബൈ ലെയർ ആൾക്കാർ ഡീകോഡിങ് സാധനങ്ങളൊക്കെ വന്നു. ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ കിഷ്കിന്ധാ കാണ്ഡം അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണല്ലോ ഈ എഴുത്ത് തുടങ്ങുന്നത്, ഡീകോഡിങ് സാധനം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചച്ചു എവിടെ ആയിരിക്കാം ചച്ചുവിനെ കുഴിച്ചിട്ടുണ്ടാവുക. അതുപോലെ ഇപ്പോൾ ഇത്രയും രഹസ്യങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് ആസിഫ് അലി എങ്ങനെയാണ് അപർണയെ കല്യാണം കഴിക്കുന്നത്, അപർണയുടെ ബാക്ക് സ്റ്റോറി എന്തായാലും, ഇത്തരം സാധനങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം സാധനങ്ങൾ അപർണ ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ മേക്കേഴ്സ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ എൻ്റെ അടുത്ത ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആക്ച്വലി കുറച്ചും കൂടെ ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു ഇതിന്. എന്താണ് അവരുടെ, എന്തുകൊണ്ടാണ് അജയൻ സെക്കൻഡ് മാരേജ് ചെയ്യുന്നത്, എന്താണ് പ്രവീണയ്ക്ക് പറ്റിയത് എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ഒരു ബേസിക് ആയിട്ട് ഇപ്പൊ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ പറയില്ലല്ലോ, അത് പറയില്ല എന്നുള്ളത് ശരിയാ. പക്ഷെ ഐ എം നോട്ട് ട്രൈങ് ടു ജസ്റ്റിഫൈ വാട്ട് ഹാപ്പൻ ദേർ. ഇറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതിൽ പറയുന്ന പോലെ തന്നെ ദ കൺസേൺ യു ഹാവ് വിത്ത് യുവർ ഫാമിലി, അത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ എൻ്റെ നമ്മളാണെങ്കിലും നമ്മുടെ ഫാമിലിയും ഇപ്പൊ നമ്മളുടെ ക്ലോസസ്റ്റ് ഫാമിലി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ അവരെ ഒറ്റയടിക്ക് മറ്റേ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അത് ചെയ്യില്ല. അതൊരു കൺസേൺ എല്ലാവിടെയും ദാറ്റ് പ്ലേസ് എ ഹ്യൂജ് റോൾ വെൻ ഇറ്റ് കംസ് ടു ഫാമിലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് ഫാമിലീസ് ലൈക്ക് ദാറ്റ്. അപ്പം ആ ഒരു ഫാക്ടറാണ് ഇതിനെ മൊത്തം പിടിച്ചു നിർത്തുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അപർണ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അറിയുള്ളൂ. റെസ്റ്റ് ഷീ ഈസ് ട്രൈങ് ടു ഫിഗർ ഔട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പം അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ്. അപ്പോൾ പ്രോബബ്ലി ഹി ഡസൻറ്റ് വാണ്ട് ടു ഓപ്പൺ അപ്പ് അബൌട്ട് ഹിം. ഓർ എല്ലാ വീട്ടിലും നമുക്ക് അറിയുണ്ടാവില്ല എങ്ങനെയാണ് നമ്മുടെ ഇൻലോസ് എങ്ങനെയാന്നുള്ളത് എല്ലാവർക്കും അറിയുണ്ടാവില്ല. അപ്പം ദാറ്റ് ബേസിക് തോട്ട് വാസ് ഓൾവേസ് ദെയർ. അപ്പൊ ഈ ബാക്ക് സ്റ്റോറി എനിക്ക് കുറെ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതെല്ലാം അറിഞ്ഞിട്ട് പിന്നെ ഇത് ജസ്റ്റിഫൈ ചെയ്യുന്നത്, ഗ്ലോറിഫൈ ചെയ്യുന്നത്, അങ്ങനത്തെ. പക്ഷെ ഐ ഫീൽ ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നോ മാറ്റർ വാട്ട്, ഇപ്പം അതിലിപ്പം എന്താ ഉണ്ടായെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് പേഴ്സൺ ഇസ് ഓൾസോ നോട്ട് ദെയർ, ഷീ ഈസ് നോ മോർ. അപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദിസ് ഹോൾ തിങ് ഓഫ് കൺസേൺ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഫാമിലീസിനെ പിടിച്ചു നിർത്തുന്നത്. അപർണ ചോദിച്ചിട്ടുണ്ടോ ഇതേപോലെ ഈ ഇത്രയും രഹസ്യം ഉള്ളിലൊളിപ്പിച്ചിട്ട് എന്തിനാണ് ഇദ്ദേഹം കല്യാണം കഴിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം? അതിൽ ജസ്റ്റിഫിക്കേഷൻ വേണമല്ലോ. അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഈ കഥ കേട്ട് ഒരു ആക്ടറിന് ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റിഫൈ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇത്ര ഞാൻ ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫണ്ണും അതിലാണ് കിടക്കുന്നത്. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ആ ബാക്ക് സ്റ്റോറി എനിക്കറിയാം, ഒബ്വിയസ്ലി കഥ അറിയായിരുന്നു. എന്നാലും അത് വളരെ ഇൻഡെപ്തിൽ അറിഞ്ഞിരുന്നെങ്കിൽ പ്രോബബ്ലി എനിക്ക് ആ ഒരു ക്യൂരിയോസിറ്റി കുറച്ച് നഷ്ടപ്പെടുമായിരുന്നു. എനിക്ക് അത് ചെയ്യുമ്പോഴും ഐ നീഡ് ടു ബി ക്യൂരിയസ്. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചത്, എന്താണ് ചർച്ചയിൽ സംഭവിച്ചത്. ഐ ഓൾവേസ് വാണ്ടഡ് ദാറ്റ് ടു ഹാവ് അതെനിക്ക് ആ ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് വേണമായിരുന്നു എനിക്ക് അതിൽ. ബട്ട് ബേസിക്കലി ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച് പോവാണ്, എനിക്കറിയാം മൈ ഹസ്ബൻഡ്സ് ഫസ്റ്റ് വൈഫ് ഡൈഡ് ഡ്യൂ ടു ക്യാൻസർ, അതറിയാം, വി ആർ ഓക്കെ എന്നുള്ളത് മാത്രം അറിഞ്ഞിട്ട് ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന്റെ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് വേണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഇൻട്രോഡ് ചെയ്തൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ തിങ്ക് ദാറ്റ് വാസ് ദ ഫൺ എലിമെന്റ് ഓഫ് ഇറ്റ്. ലൈക്ക്
ഒബ്വിയസ്ലി കഥ അറിയെങ്കിലും ഇൻ ഡെപ്ത് ഓരോ ഡീറ്റെയിൽസും ഞാനും അവിടെ നിന്നിട്ട് ഓരോന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആ റൂമിൽ പോയിട്ട് നോക്കുന്നത് ഇതൊക്കെ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട്. ഇപ്പൊ രാജ്ബി ഷെട്ടി എന്ന് മലയാളികളും ബാക്കി എല്ലാവരും പറയുമ്പോൾ തന്നെ അസോസിയേറ്റ് ചെയ്ത ഒരു ആർട്ട് ഫോം ആണല്ലോ ഈ ടൈഗർ ഡാൻസ് എന്ന് പറഞ്ഞത്. അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും. ഈ ഗരുഡ കമ്പനിയിൽ അത് ഭയങ്കര രസമായിട്ട് അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നിട്ട് സ്വാതി മുത്തിന് ആ സിനിമയുടെ ഒരു ഇവൻറ്റിൽ സ്റ്റേജിൽ വെച്ച് ഈ ഡാൻസ് കളിക്കുന്നത്. ബാക്കിലോട്ട് പോയാൽ ഇത് തുടങ്ങുന്നതൊക്കെ ലൈഫിൽ എവിടത്തെ ഏത് പോയിന്റ് തൊട്ടായിരിക്കും ഇത് തുടങ്ങുന്നത്? ടൈഗർ ഡാൻസ് അല്ലേ? അത് ആക്ച്വലി എൻ്റെ നാട്ടിൽ എല്ലാവരും ചെറുപ്പകാലത്തില് ആക്ച്വലി പഠിക്കും. എനിക്കത് കിട്ടിയില്ല. എൻ്റെ നാട്ടിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവ ആ പുലിയുടെ ഒരു എസൻസ് ആണ്. അങ്ങനെ എൻ്റെ നാട്ടിക്ക് എൻ്റെ വില്ലേജിക്ക് ഈ പുലിക്കളി വരില്ല. അതൊരു ഒരു ഇതാണ് അവിടുത്തെ വിശ്വാസമാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് അത് ഡിഗ്രിയിൽ തന്നെ. ആക്ച്വലി ജസ്റ്റ് ലൈക്ക് എവ്രിവൺ സീസ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഐ സോ ഇറ്റ് ഇൻ ഡിഗ്രി. എനിക്ക് കാണുമ്പോൾ ഇത് അറിയൂ. ഇല്ല അങ്ങനെ ഉണ്ട്. ഇപ്പോ ഞാനൊരു ട്രൂപ്പ് ജോയിൻ ചെയ്താൽ, ട്രൂപ്പ് പറഞ്ഞാൽ അത് ഇപ്പൊ നമ്മുടെ ദസറാക്ക് തുടങ്ങും. അപ്പൊ ഞാനൊരു ചെറുപ്പകാലത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അത് ഒരു നോമ്പ് പോലെ, like I'll tell it to some deity that okay, I will make my നേർച്ചയുടെ പോലെ. സോ അപ്പോ അവരവിടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കുറച്ച് സ്റ്റെപ്സും അതും ഇതും പരിപാടിയും. ബട്ട് എനിക്ക് അങ്ങനെ ഒന്നുമല്ല. കണ്ടിട്ട് okay, then suddenly I kept on went there and danced, and then it became bigger and it much more love towards that. അങ്ങനെ പഠിച്ചത്. എല്ലാ ഈ മാരേജിനും അവിടെ അത് മ്യൂസിക് വരും, റെക്കോർഡഡ്. നമ്മുടെ ഉളിതോർ കണ്ടത്തിൽ ഒരു മ്യൂസിക് അത് വരും, ഞങ്ങൾ ഡാൻസ് കളിക്കും. സോ അങ്ങനെ ഡാൻസ് കളിച്ചിട്ട് പിന്നെ അതൊരു മൂവിയുടെ ഒരു എസൻസ് ആയി. പിന്നെ ഇതിപ്പോ ഇവിടെ ചെയ്യുന്നല്ലേ. പക്ഷെ അതിന്റെ ആ പാട്ടിന്റെ ഫൺ എന്താ വെച്ചാൽ അവന് ഹീസ് നോട്ട് ഓൺലി ഡൂയിങ് ടൈഗർ ഡാൻസ്, ഹീസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് in the dance. He's not dancing for you to see. He's dancing because he cannot contain his anger. That was much more intense. Like my whole body was shivering. I was not able to keep my leg on the ground. That's the reason I shouted. There's one shot I shouted. That is not planned shot. ക്യാമറയ്ക്ക് വേണ്ടി ചെയ്തതല്ല. ഞാൻ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് കാല് ഇങ്ങനെ വെച്ചാൽ ബെൻഡാവും. അത്ര ഇത് ഷിവറിംഗ് ആണ്. 1 step, 2 step, 3 step, and then I shouted, and then it became free flowing, and that became the most iconic shot of the ഈ സിനിമയുടെ ഈ സ്വാധീനത്തിന് അതിന്റെ ഇവന്റില് ആ മൊമെന്റ് എന്തായിരുന്നു? ഈ സോങ് കേൾക്കുമ്പോ ഒരു ഹൈ കേറുകയാണോ? അതല്ല അത് സ്വാധീനത്തിലല്ല. അത് ആക്ച്വലി അല്ല, ആ സിനിമയുടെ ഇവന്റിൽ ഒരു സ്റ്റേജ് ഇവന്റിൽ അത് ഇവിടെ ഇപ്പോ എവിടെ പോയാലും അങ്ങനെ ആൾക്കാർ സ്റ്റേജിൽ പോയും സാർ ടൈഗർ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട്. Okay, എന്താ ചെയ്യുന്നത്? Okay. So that's the reason I dance. But if it's in private place, I like to dance. ഭയങ്കര ഫ്രീ ആയിട്ട്. പിന്നെ I think ഞാനും ഈ ടൈഗർ ഡാൻസ് ഒബ്വിയസ്ലി നമ്മുടെ ഇവിടെയും പുലിക്കളി, പക്ഷെ ഐ തിങ്ക് നിങ്ങൾ ആ ഒരു കൾച്ചറിൽ ഉള്ളത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഫ്രം ഹിസ് ആൻഡ് ഫ്രം യുവർ ഇപ്പൊ ഈ വീഡിയോ ആണെങ്കിൽ അത് നമുക്ക് എനിക്ക് തോന്നുന്നു കുറെ ആ ഒരു കൾച്ചറിന്റെ കുറച്ച് കിട്ടിയിട്ടുള്ളത് ഫ്രം യുവർ ഫിലിം. വി ഗോട്ട് ടു നോ അബൌട്ട് ഇറ്റ്. ഈ ഡിസംബറിൽ ഇപ്പൊ രുദ്രത്തിന്റെ കൂടെ ഇറങ്ങുന്ന ഒരുപാട് സിനിമകൾ, ഇപ്പൊ മാർക്കോ, അതുപോലെ മാർക്കോ ഡിസംബർ ക്രിസ്മസ് റിലീസ്, റൈഫിൾ ക്ലബ്, ED, അങ്ങനത്തെ സിനിമയാണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ വയലൻസ് അല്ലെങ്കിൽ ഗോർ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഒരു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ഇപ്പോൾ കിൽ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോൾ ഇവിടെ ഭയങ്കര ഫാൻ ഫോളോയിങ് ആയിരുന്നു കില്ലിന്. അപ്പോൾ ഈ കില്ലൊക്കെ നമ്മൾ ആദ്യം കാണുമ്പോൾ നമ്മൾ കണ്ണ് പൊത്തിയിരിക്കും, നമ്മളത് കാണാൻ ഇതാക്കും. പക്ഷെ പിന്നെ അത് സിനിമ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിത് പ്ലഷറബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ആവുന്നുണ്ട്. നമുക്ക് ഈ വയലൻസ് കണ്ട് പ്ലഷറബിൾ. ഇതിൽ 2 പേഴ്സ്പെക്റ്റീവ്സും വരുന്നുണ്ടല്ലോ. ഇത് പോർട്രേ ചെയ്യുന്നത് നല്ലതാണ് എന്നൊരു പെർസ്പെക്റ്റീവും, പോർട്രേ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊരു പെർസ്പെക്റ്റീവും, ഇത് ഈ രീതിയിൽ പോർട്രേ ചെയ്യേണ്ട ആവശ്യമില്ല, വയലൻസ് ഇത്ര സ്ക്രീനിൽ കാണിക്കേണ്ട ആവശ്യമില്ല. എന്തായിരിക്കും ഒരു പേഴ്സണൽ ടേക്ക് ഇതിൽ വയലൻസ് സിനിമയിൽ പോർട്രേ ചെയ്യുന്നതിനെ കുറിച്ച്? വയലൻസ് ഇപ്പോൾ അത് കണ്ടാൽ നമുക്ക് ഇപ്പോൾ എത്ര കമേഴ്ഷ്യൽ പടങ്ങളുണ്ട്, അത് നോർമലി ഇൻസ്റ്റിഗേറ്റ് ചെയ്യും വയലൻസ് ചെയ്യാൻ. പക്ഷെ അതങ്ങനെ കാണൂല. അതിൽ വയലന്റ് വിഷ്വൽ ഒന്നുമില്ല. വെരി മാസ് സിനിമ. അതിൽ ആക്ച്വലി
hero will be hitting 50-60 people and they will be flying and we want to become like hero. That's actually instigating violence. പക്ഷെ നമുക്ക് അങ്ങനെ കാണൂല. അത് നാച്ചുറൽ ആയിട്ടോ അത് കമേഴ്ഷ്യൽ പടം അങ്ങനെ നമുക്ക് അതൊരു ഫ്രീഡം ഉണ്ട്. പക്ഷെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് അത് എടുത്താൽ അത് വയലന്റ് ആയിട്ട് കാണും. പക്ഷെ അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യൂല. കില്ല് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് തോന്നില്ല. അയ്യോ ഇവനിക്ക് ഇങ്ങനെ ആയി, ഇവൻ ഇങ്ങനെ ചെയ്തു എന്ന് കാണും. I think that is the difference between a realistically portrayed violence and a mass cinema violence. But mass cinema also instigates violence, but we don't question it because it doesn't look gore on screen. But sometimes making it gore is also very necessary so that people avoid violence. And അത് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ഒരു അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ഇത് റോങ്ങാ റൈറ്റ് എനിക്ക് അറിയില്ല. അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ചില പേരുകൾക്ക് ഈ മൂവിയാണ് കഥാർസിസ്. അവരുടെ ഉള്ളിലുള്ള ആ വയലന്റ് നേച്ചർ കഥാർസിസ് ആണ് ഈ ഫിലിംസ് ലൈക്ക് കിൽ, ഫിലിംസ് ലൈക്ക് അനിമൽ. വെൻ ദേ വാച്ച് ഇറ്റ് ദേ ബിക്കം ഓർഗാസ്മിക്. ദാറ്റ്സ് ദ റീസൺ ദേ ബിക്കം മച്ച് മോർ കാമർ ആഫ്റ്റർ ദ ഫിലിം. അങ്ങനത്തെ നടക്കുന്ന സാധനങ്ങളുണ്ട്. സോ വി കനോട്ട് ടെൽ ദാറ്റ് ലൈക്ക് എവറി സിനിമ ഇൻസ്റ്റിഗേറ്റ്സ് വയലൻസ്. But yeah, cinema is a popular medium, so everybody has their own social responsibility. But I keep on questioning. See, ipo world engane nadakkunnathu parnal padangal eppozhum reflection of society aanu. Ipo ഏത് യൂട്യൂബ് ചാനൽ കണ്ടാലും ഏത് മീഡിയ കണ്ടാലും കണ്ടന്റ് നടക്കുന്ന സാധനങ്ങൾ വരെ അതിന്റെ തമ്മിൽ വേറെ. അതിപ്പോ ഡീവിയേഷൻ അല്ലേ, അത് നല്ല ജേർണലിസം. ബട്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പറഞ്ഞാൽ because it is a business also. It is not about morality many a times. Is it right or wrong? Absolutely wrong. But the moment it becomes a business, people like this will come and exploit that business. There is no wrong in it. They think so. അങ്ങനെ പടത്തിലും അങ്ങനെ ആൾക്കാർ വരും. നല്ല പടങ്ങളും എടുക്കും. ചില പേരുകൾ വന്നു വയലന്റ് പേരിൽ നല്ല പടങ്ങളും വരും, തെറ്റ് പടങ്ങളും വരും. Because it's a democratic world. So you cannot question, you cannot do anything. And the only right to judge is for the audience. Audience can say, I don't want to watch this. This is bullshit. Throw this movie out of this is garbage. They can say it. We will stop it. As an industry, we will stop it. Till you provide money for the same market, then people will keep on doing it. എന്തായിരിക്കും ഒരു പെർസ്പെക്റ്റീവ്? വയലൻസ് എങ്ങനെയായിരിക്കും? എനിക്ക് ചെറിയ സാധനങ്ങളാണെങ്കിൽ ഇപ്പൊ വെറുതെ ഒരാൾ തല്ലുന്നതാണെങ്കിൽ പോലും ഇറ്റ് ഈസ് വയലൻസ്. അപ്പം ഇപ്പൊ ഇങ്ങനത്തെ കാണിക്കുന്നതുകൊണ്ട് മാത്രം അത് ഭയങ്കരമായിട്ട് അത് കാണാൻ പറ്റില്ല എന്നുള്ളത്. നൺ ഓഫ് ദി എന്താ പറയാ, നമ്മൾ ഒരാളുടെ മേലെ കൈ വെക്കുന്നത് ഇസ് നോട്ട് നൈസ്. ദാറ്റ് ഈസ് ഓൾവേസ് വയലൻസ്. അത് എങ്ങനെയാണെങ്കിലും, അത് ഹീറോ ചെയ്താലും വില്ലൻ ചെയ്താലും അത് വയലൻസ് ആണ്. നമ്മളപ്പോ ഇതാണ് കണ്ടോണ്ടിരിക്കുന്നത് കുറെ നാളായിട്ട്. അപ്പൊ ഈ പറഞ്ഞ മാതിരി ലൈക്ക് വാട്ട് ഹി സെഡ് വാസ് ലൈക്ക് ബ്രില്യന്റ്. അത് ആക്ച്വലി ആലോചിക്കുമ്പോഴാണ് കില്ല് കാണുമ്പോൾ യു ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്, യു ഡോണ്ട് ഫീൽ ലൈക്ക് ബീങ് എ പാർട്ട് ഓഫ് ദാറ്റ് വേൾഡ് or process. You want to run from that world. Yeah. You'll never want to do that. So that's basically നമ്മളിപ്പോ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ കണ്ട് ശീലിച്ച സിനിമകൾ when it comes to a hero doing it or your എന്താ പറയാ നമ്മുടെ സ്റ്റാർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഐഡൽ, നമ്മൾ പറയില്ലേ വാവ് ഐ ലവ് ദിസ് ആക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടർ അത് ചെയ്യുമ്പോൾ പ്രോബബ്ലി യു ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഇറ്റ് മേക്സ് യു ഫീൽ ലൈക്ക് ദാറ്റ് സ്റ്റാർ. അതും കഥാർസിസ് തന്നെ. ഈവൻ ദാറ്റ് ഈസ് നോട്ട് റോങ് ഓർ എനിത്തിങ്. ഇപ്പോ എനിക്ക് റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട്, എന്താ ആഗ്രഹമുണ്ട് ഉള്ളിൽ. അങ്ങനെ പോയിട്ട് എന്നെ ഒരു ഫിസിക്കലി സ്ട്രോങ് ആവണം, ഒരു ബ്യൂട്ടിഫുൾ ഹീറോയിന്റെ കൂടെ ഡാൻസ് ചെയ്യണം. അത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലു അർജുൻ ചെയ്യും. സോ ഐ വിൽ ബി ലൈക്ക് വിസിലിംഗ് ഫോർ ഹിം ബിക്കോസ് ഐ ആം ഹിം. അതും കഥാർസിസ് തന്നെ. അതും ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. സോ ദാറ്റ്സ് വാട്ട് ഐ ടെൽ. There is no right or wrong. And again I feel like the writers should have the freedom to express whatever they want. And audience also should have the freedom to reject it. Reject ചെയ്യാനോ accept ചെയ്യാനോ ഉള്ള freedom അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒരാള് ഇപ്പം ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ you cannot keep telling him don't do this, you should only write this, you should only, because a bunch of audience is watching it. I think that's why we have the censoring. നമ്മൾ സെൻസർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. For me what I feel is if സെൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രായം നോക്കി കൊണ്ടുവരിക. I don't know if a lot of theaters are doing it. ഭയങ്കര വയലന്റ്, ഇപ്പൊ ഈ പറഞ്ഞ മാതിരി വയലന്റ് ഫിലിംസിന് വളരെ കുഞ്ഞു പിള്ളേരൊക്കെ വരുന്നുണ്ട്. I think everybody has a
an age to start watching all these things. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യമല്ല ഇത് കണ്ടിട്ട്. I feel like we censor a film to filter these kind of things. ഈ ഓഡിയൻസിനെ ഫിൽട്ടർ ചെയ്യാനാണ് നമ്മൾ സെൻസർ ചെയ്യുന്ന ഒരു സിനിമ. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ കീ. ആൻഡ് ഐ തിങ്ക് വി ഹാവ് ടു സ്റ്റിക്ക് ഓൺ ടു ദാറ്റ് റൂൾ. ആരത് കാണണം വരണം എന്നുള്ളത്. ബിക്കോസ് നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ മാതിരി യു കനോട്ട് ക്വസ്റ്റ്യൻ ദ ഫ്രീഡം ഓഫ് ഒരു ക്രിയേറ്ററിന്റെ ഫ്രീഡം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോ നല്ല സിനിമകൾ മാത്രം എല്ലാം ബ്യൂട്ടിഫുൾ എൻഡിങ് എവറിഥിങ് ഷുഡ് ഫീൽ ഗുഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിനിമകൾ എടുക്കാൻ പറ്റില്ല. You will have a lot of things, you see a lot of things in the society, and writers will want to write it, like they will want to express it. So I think it all lies in that sensory in the idil kedakunnaanu eniki thonunnu. I really don't എന്താ പറയാ, എനിക്ക് ഭയങ്കര യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ സിനിമേനെ മാറ്റുക, അതായത് സിനിമ എഴുതുന്ന രീതി മാറ്റുക എന്ന് പറയുന്നത്. എഴുതുന്നതിൽ സെൻസർഷിപ്പ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഒരു സിനിമ അങ്ങനെയല്ല. ലോട്ട് ഓഫ് പീപ്പിൾ യു ഷുഡന്റ് ഡു ദിസ്, അല്ലെങ്കിൽ ഇത് കാണിക്കാൻ പാടില്ല. സിനിമ ഒബ്വിയസ്ലി സിനിമ ഒരു മീഡിയം ആണ്, അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഇറ്റ് ഓൾസോ ഒരു ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ ഇടപെടാൻ നിന്ന് കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ഫിലിംസ് ബിക്കമിങ് വെരി എന്തെല്ലാം ഒരേപോലെ ഇരിക്കുന്ന സിനിമകൾ കാണാൻ പറ്റുള്ളൂ. രുദ്രം ഒരു സർവൈവൽ ത്രില്ലർ, ജോണർ സ്പെസിഫിക് പറയുകയാണെങ്കിൽ സർവൈവൽ ത്രില്ലറാണ്. ഞാൻ ഒരു മേക്കർ പെർസ്പെക്റ്റീവ് ചോദിക്കുകയാണ്, ഒരു ബെസ്റ്റ് 3 സർവൈവൽ ത്രില്ലർ സിനിമകൾ, കണ്ട സിനിമകൾ ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും പറയാൻ പറ്റുന്നത്? ജോസ്, പഴയ ജോസ്, പിന്നെ നമ്മുടെ പ്ലാറ്റ്ഫോം പറഞ്ഞിട്ട് ഒരു പാടാണ്. പ്ലാറ്റ്ഫോം രണ്ടാമത്തെ പടം അതാണ്. മൂന്നാമത്തെ പടം ഇതാ, നീ പറയാണ്ട് പറയാം. ഞാൻ ഏതൊക്കെ കണ്ടിട്ട് ഞാൻ മറന്നു. ജോണർ സ്പെസിഫിക് ആയി ഞാൻ കുറെ കണ്ടിട്ട് ഓർമ്മ വരുന്നില്ല പെട്ടെന്ന്. I think I watched for this. Every Jurassic Park is a kind of. എല്ലാരും മോഡും അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാം ഇങ്ങനത്തെ സിനിമ ഇംഗ്ലീഷിൽ വരുന്നു, ഐ മീൻ ഹോളിവുഡിൽ വരുന്നു. ഈ രുദ്രം വയലന്റ് ഗോർ എന്ന് വിളിക്കുന്ന തരത്തിലാണോ രുദ്രവും ഇത്, അതോ ഒരു സർവൈവൽ ത്രില്ലർ? ബ്ലഡ് ഷെഡ് അങ്ങനത്തെ അങ്ങനല്ല. വളരെ നാച്ചുറലി ഉപയോഗിക്കുന്ന സ്റ്റോറിക്ക് ഒരു ഇതുണ്ട് അവിടെ. ഇമോഷണലി വയലന്റ് ക്യാൻ ബി ദ റൈറ്റ് വേർഡ്, ബിക്കോസ് ദ പീപ്പിൾ ഹിയർ ആർ സ്കാർഡ്. നമ്മുടെ സൈക്കോളജിക്കലി നമുക്ക് ഒരു വൂണ്ട് ആയാൽ നമ്മുടെ ഒരു റിയാക്ഷൻ വരും. അത് കാണുമ്പോഴും നമുക്ക് അതിന്റെ ഒരു ചെറിയ ഒരു ഫീൽ കിട്ടും, അത് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെ. So yeah, you can call it emotional. It's not gore. The visuals are not gore, but it is emotionally violent for sure. മലയാള സിനിമകൾ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ ഇപ്പോൾ ടെർബോ അഭിനയിക്കുന്നു, ഒരു ആൻറ്റഗോണിസ്റ്റ് ഫിഗറിൽ അഭിനയിക്കുന്നു. ഇനി തിയേറ്ററിൽ ഏറ്റവും കാത്തിരിക്കുന്ന സിനിമ, ഇപ്പോൾ രാഗം തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇനി കാത്തിരിക്കുന്ന എമ്പുരാൻ എന്നൊക്കെ പറഞ്ഞു. മമ്മൂട്ടിയുടെ പോലെ മോഹൻലാലിൻ്റെയും കൂടെയുള്ള ഒരു അസോസിയേഷൻ, അങ്ങനെ ഒരു പേഴ്സണൽ എക്സൈറ്റ്മെന്റ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? യൂണിവേഴ്സിറ്റി ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയി അവരുടെ വലിയ ഫാനാണ് അവൻ. ആണോ? സോ ഡെഫിനറ്റ്ലി. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും അവരുടെ ഏത് പടം എനിക്ക് ഓർമ്മയില്ല, അതൊരു സീൻ ഇടയ്ക്ക് കാണാറുണ്ട്. മോനെ അത് ഒരു ബെഡിന്റെ ഒരു നെക്സ്റ്റ് ഒരു ഇതുണ്ട്, ഒരു പോളുണ്ട്. അതിൽ ഒരു ചേച്ചിയുടെ കൂടെ അവർ സംസാരിക്കുന്നത്. അപ്പോ അവരുടെ ഇതുണ്ടല്ലേ, എന്താ ഫിംഗേഴ്സ് ഉണ്ടല്ലേ. നോർമലി അതെന്താ വെച്ചാൽ അവരെപ്പോഴും ആ ചേച്ചിയെ കാണും. അതൊക്കെ അവർ കുറച്ചും കൂടി മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടുണ്ട് ചേച്ചി. അപ്പൊ ഒരു തവണ ഇവർ പറയുമ്പോൾ he will tell that you look like my mother. ആ ഒരു ഇമോഷണൽ സീനാണ്. എനിക്കറിയില്ല അയ്യോ അതില് എന്താ വെച്ചാൽ everybody will act with face. So he has kept held the pole like this, and പറയുമ്പോൾ അവർക്ക് പറയാൻ കുറച്ച് he cannot tell it very easily. It is very difficult. The way his hand moves is so beautiful that they are telling the same emotion that his body and words are telling. Absolutely fantastic. പിന്നെ ഇരുവർ അല്ലേ അതിന്റെ പേര്? ഫാന്റാസ്റ്റിക്. ദൃശ്യം
Like, see, the beauty of Mohanlal for me is in the most simplest scenes, he will teach you how to act. ഇപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീനുകൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഓ എത്ര നന്നായിട്ട് ചെയ്തു. ഹീസ് ഫൈറ്റിംഗ് വിത്ത് ഹിസ് വൈഫ് ബട്ട് യു സ്റ്റിൽ വാണ്ട് ടു വാച്ച് ഇറ്റ്. അങ്ങനത്തെ ഒരു സീൻ ഞാൻ ഇന്നൊരു സീൻ കണ്ടത് ഉണ്ടാ പടത്തിൽ മോസ്റ്റ്ലി നമ്മുടെ മമ്മൂട്ടി സർ സ്പീക്കിംഗ് ടു ഹിസ് കോർഡിനേറ്റർ ഉണ്ടല്ല അല്ലെ, പോലീസ് ആയിട്ട് ഇന്നൊരു പോലീസിന്റെ അടുത്ത് ടിഫിൻ കഴിച്ചിട്ട് ഓ മൈ ഗോഡ് how beautiful the body, the hand, the way they move. They're legends for them. Yeah, I can study them. Absolutely, I'll feel joyful. There's no doubt about it. രുദ്രം ഹോംബാല ആയിട്ടുള്ള അസോസിയേഷനും കൂടെ വരുന്നില്ല. അവര് ചെയ്തത് അതിൽ എന്റെ റോള് അല്ലെങ്കിൽ നമ്മുടെ റോള് ഒന്നുമില്ല. സോ I think Gokulam Gopalam they contacted them and they saw the content or they saw the reel or something and they were happy with the product and they associated with it. Let's see. Thank you so much. Thank you. രുദ്രത്തിന് എല്ലാവിധ ആശംസകളും. Thank you so much. Thank you so much. Thank you.